ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് ഈ സ്നേക്ക് ആൻഡ് മിറർ എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു സ്റ്റോറിയാണ്. നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. Has a snake ever coiled itself round any part of your body? A full-blooded cobra? All of us fell silent. The question came from a homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with his tale. അതായത് എല്ലാവരും ഇങ്ങനെ ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിലോ ഇരുന്ന സമയത്ത് ഒരു ഹോമിയോപ്പതി ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങളെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? ഒരു ഫുൾ ബ്ലഡഡായ കോബ്ര അല്ലെങ്കിൽ ഒരു വലിയൊരു കോബ്ര, ഒരു മൂർഖൻ പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? അപ്പോൾ ഇത് കേട്ട് എല്ലാവരും സൈലൻ്റായി. എന്നിട്ട് ആ കഥ അല്ലെങ്കിൽ ആ ഡോക്ടറിൻ്റെ ആ കഥ കേൾക്കാനുള്ള ഭയങ്കര അറ്റൻഷനിൽ ഇരിക്കുകയാണ് എല്ലാവരും. It was a hot summer night, about 10 o'clock. I had my meal at the restaurant and returned to my room. I heard a noise from above as I opened the door. The sound was a familiar one. One could say that the rats and I shared the room. I took out my box of matches and lighted the kerosene lamp on the table. അപ്പോൾ അതൊരു ഹോട്ട് സമ്മർ നൈറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു വേനൽക്കാല രാത്രിയായിരുന്നു. ഒരു 10 മണിയൊക്കെ ആയി കാണും. ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയി എൻ്റെ ആഹാരമൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് വന്ന സമയമാണ്. റൂം തുറന്നപ്പോൾ ഒരു സൗണ്ട് മണ്ടയിൽ നിന്നൊക്കെ കേട്ടു, മുകളിൽ നിന്നും ആ റൂമിൻ്റെ റൂഫിൽ നിന്നൊക്കെ കേട്ടു. അപ്പോൾ അതൊരു ഫെമിലിയർ സൗണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ റാറ്റ്സ്, എലിയും ഞാനും ഒക്കെ റൂം ഷെയർ ചെയ്തിരുന്നു എന്ന് വെച്ചാൽ അവിടെ ആ വീട്ടിൽ മൊത്തം എലികളായിരുന്നു. ആ സൗണ്ടെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അകത്ത് കയറി ഒരു മാച്ച് ബോക്സ് അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി എടുത്തിട്ട് നമ്മുടെ കെറോസിൻ ലാമ്പ് അല്ലെങ്കിൽ ചിമ്മിനി വിളക്ക് കത്തിക്കുകയാണ്. The house was not electrified. It was a small rented room. I had just set up medical practice and my earnings were meager. I had about 60 rupees in my suitcase along with some shirts and dhotis. I also possessed a solitary black coat which I was then wearing. അപ്പോൾ ആ റൂം ഇലക്ട്രിഫൈഡ് അല്ലെങ്കിൽ കറണ്ടൊന്നുമുള്ള റൂമായിരുന്നില്ല. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അതൊരു റെൻറ്റഡ് റൂമായിരുന്നു. അദ്ദേഹം തൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയ സമയമായിരുന്നു ആ സമയം. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ഏണിംഗ് ഒന്നുമില്ല. ആകെ ഒരു 60 രൂപയും സ്യൂട്ട് കേസിൽ ഒരു 60 രൂപയും പിന്നെ കുറച്ച് ഷർട്ടും മുണ്ടും ഒക്കെ ഉള്ളൂ. പിന്നെ ഒരു സോളിറ്ററി ബ്ലാക്ക് കോട്ട്, അത് അദ്ദേഹം അപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. I took off my black coat, white shirt and knots of white vest and hung them up. I opened the 2 windows in the room. It was an outer room with one wall facing the open yard. It had a tiled roof with long supporting gables that rested on the beam over the wall. There was no ceiling. There was regular traffic of rods to and from the beam. I made my bed and pulled it close to the wall. I lay down, but I could not sleep. I got up, went out to the veranda for a little air, but the wind god seemed to have taken time off. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് കോട്ടൊക്കെ അദ്ദേഹം അഴിച്ചു മാറ്റുന്നു, പിന്നെ വൈറ്റ് ഷർട്ടൊക്കെ എടുത്ത് മാറ്റുന്നു. അതിനുശേഷം അത്രയ്ക്ക് വെളുത്തതല്ലാത്ത ഒരു വെസ്റ്റ് എന്ന് വെച്ചാൽ ബനിയൻ, അതൊക്കെ എടുത്ത് മാറ്റി ആശയിലൊക്കെ ഇടുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 2 ജനലൊക്കെ തുറന്നു. എന്നിട്ട് ഈ റൂമെന്ന് വെച്ചാൽ ഒരു ടൈൽഡ് റൂഫാണ്, അതായത് ഓടിട്ട റൂമാണ്, സീലിംഗ് ഒന്നും ഇല്ലാത്തൊരു റൂമാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്ഥിരം ആ ബീമിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഓടിൻ്റെ അല്ലാതെ ഉണ്ടല്ലോ ആ പലക, അതിൽ കൂടെയൊക്കെ ഈ എലികൾ ഓടുന്നതൊക്കെ അദ്ദേഹത്തിന് കാണാൻ പറ്റും. എന്നിട്ട് അദ്ദേഹം കിടക്കാൻ ശ്രമിച്ചു, പക്ഷേ ഉറക്കമൊന്നും വന്നില്ല. അദ്ദേഹം വരാന്തയിലേക്ക് ഇറങ്ങി, പക്ഷേ കാറ്റൊന്നും ഇല്ലായിരുന്നു. I went back into the room and sat down on the chair. I opened the box beneath the table and took out a book, the Materia Medica. I opened it at the table on which stood the lamp and a large mirror. A small comb lay beside the mirror. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, റൂമിലേക്ക് തിരിച്ചു വന്നിട്ട് കസേരയിൽ പോയിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബോക്സ് തുറന്ന് അതിനകത്തുനിന്ന് ഒരു ബുക്ക് എടുത്തു, മെറ്റീരിയ മെഡിക്ക. എന്നിട്ട് ആ ടേബിളിൽ പോയിരിക്കുകയാണ്. ടേബിളിൽ ലാമ്പുണ്ട്, ഒരു വലിയ കണ്ണാടിയുണ്ട്, അതിൻ്റെ അടുത്തൊരു ചീപ്പുണ്ട്. One feels tempted to look into a mirror when it's near one. I took a look. In those days, I was a great admirer of beauty and I believed in making myself look handsome. I was unmarried and I was a doctor. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. Again, I heard that sound from above. അപ്പോൾ ഒരു കണ്ണാടി അടുത്ത് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് മുഖം നോക്കാൻ തോന്നും. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, അദ്ദേഹം ഒരു യങ് അൺമാരീഡ് ഡോക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എപ്പോഴും ഹാൻഡ്സമായിട്ടിരിക്കണമെന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കോമ്പൊക്കെ പിക്ക് ചെയ്ത് കറക്റ്റ് ആ പാർട്ടിങ് കറക്റ്റ് ലെവലിൽ വെച്ച് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റാക്കി. ആ സമയത്തും മുകളിൽ നിന്നൊരു സൗണ്ട് കേട്ടു.
I took a close look at my face in the mirror. I made an important decision. I should have shaved daily. I would shave daily and grow a thin mustache to look more handsome. I was, after all, a bachelor and a doctor. അപ്പോൾ എന്നിട്ട് അദ്ദേഹം സൂക്ഷിച്ച് എൻ്റെ ഫേസൊക്കെ മിററിൽ നോക്കി. എന്നിട്ട് അദ്ദേഹം ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുത്തു. എന്താണ്? ഇന്ന ദിവസം ഷേവ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു ചെറിയ മൊസ്റ്റാച്ച് മീശ വളർത്തണം. കാരണം എന്താണ്? അദ്ദേഹം ഒരു ബാച്ചിലറാണ്, അതുപോലെ തന്നെ ഒരു ഡോക്ടറുമാണ്. I looked into the mirror and smiled. It was an attractive smile. I made another earth-shaking decision. I would always keep that attractive smile on my face to look more handsome. I was, after all, a bachelor and a doctor too on top of it. Again came that noise from above. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ണാടിയിലൊക്കെ ഒന്ന് സ്മൈൽ ചെയ്തിട്ട് അപ്പോൾ അദ്ദേഹം അതൊരു അട്രാക്റ്റീവ് സ്മൈലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വേറൊരു എർത്ത് ഷേക്കിങ് അല്ലെങ്കിൽ വലിയൊരു ഡിസിഷൻ എടുത്തു. എപ്പോഴും ഈ ഒരു സ്മൈല് ഫേസിൽ വെച്ചേക്കണം, കൂടുതൽ ഹാൻഡ്സമായിട്ട് തോന്നാൻ വേണ്ടിയിട്ട്. കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബോവ്. അതായത് മുകളിൽ നിന്ന് വീണ്ടും അതേപോലുള്ള നേരത്തെ 2-3 തവണ കേട്ട അതേ നോയ്സ് മുകളിൽ നിന്ന് വീണ്ടും കേൾക്കാൻ തുടങ്ങി. I got up, paced up and down the room. Then another lovely thought struck me. I would get married to a woman doctor who had plenty of money and a good medical practice. She had to be fat for a valid reason. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. അതുകൊണ്ട് അദ്ദേഹം ആ റൂമിൽ നിന്ന് ഒന്ന് വേഗത്തിൽ നടക്കുകയാണ്. എന്നിട്ട് വേറൊരു ഡിസിഷൻ എടുത്തു. എന്താണ്? അദ്ദേഹം മാരി ചെയ്യുന്നൊരു ഫാറ്റ് വുമൺ ഡോക്ടറിനെ ആയിരിക്കണം. കാരണം അദ്ദേഹം എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ തിരിച്ച് അദ്ദേഹത്തിൻ്റെ പുറകെ ഓടിച്ച് പിടിക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫാറ്റ് ആവണം എന്ന് വിചാരിച്ചത്. With such thoughts in my mind, I resumed my seat in the chair in front of the table. There were no more sounds from above. Suddenly there came a dull thud as if a rubber tube had fallen to the ground. Surely nothing to worry about. Even so, I thought I would turn around and take a look. No sooner had I turned than a fat snake wriggled over the back of my chair and landed on my shoulder. The snake landing on me and my turning were simultaneous. അപ്പോൾ കുറച്ച് നേരമായിട്ട് സൗണ്ട് ഒന്നുമില്ല. പെട്ടെന്ന് ഒരു റബ്ബർ ട്യൂബ് തറയിലേക്ക് ഇടുന്ന കണക്കൊരു വലിയൊരു തട്ട് സൗണ്ടോടുകൂടി തറയിൽ എന്തോ വീണു. അദ്ദേഹം അത് കാര്യമാക്കില്ല. എന്നിട്ട് തിരിയാൻ നോക്കി. ഈ തിരിഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു വലിയൊരു കോബ്ര ഈ ചെയറിൻ്റെ ബാക്കിലൂടെയൊക്കെ ചുറ്റിക്കയറി ഇദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ വന്ന് ലാൻഡ് ചെയ്തു. അദ്ദേഹം തിരിഞ്ഞതും ഈ ഷോൾഡർ വന്ന് ലാൻഡ് ചെയ്ത് ഒരുമിച്ചായിരുന്നു. I didn't jump, I didn't trouble, I didn't cry out. There was no time to do any such thing. The snake slithered along my shoulder and coiled around my left arm above the elbow. The hood was spread out and its head was hardly 3 or 4 inches from my face. അദ്ദേഹം ജമ്പ് ചെയ്യുകയോ പേടിക്കുകയോ നിലവിളിക്കുകയോ ഒന്നും ചെയ്തില്ല. കാരണം അതിനൊന്നും സമയമില്ലായിരുന്നു. ഈ സ്നേക്ക് എന്ന് വെച്ച് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് എൽബോയിൽ കോയിൽ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ഇരിക്കുകയാണ് ഈ സ്നേക്ക്. ഏകദേശം ഒരു 3-4 ഇഞ്ചിൻ്റെ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ് ഉണ്ട്. ആ സ്നേക്കിൻ്റെ പത്തിയും ഈ അദ്ദേഹത്തിൻ്റെ ഫേസുമായിട്ട് ഒരു 3-4 ഇഞ്ച് അത്ര ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. It would not be correct to say merely that I sat there holding my breath. I was turned to stone, but my mind was very active. The door opened into darkness. The room was surrounded by darkness. In the light of the lamp, I sat there like a stone image in flesh. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ശ്വാസം പിടിച്ചാണ്ടിരുന്നെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും തെറ്റാവില്ല. കാരണം അദ്ദേഹം ഒരു സ്റ്റോൺ കണക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ജീവനില്ലാത്ത വസ്തു കണക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൈൻഡ് വളരെ ആക്റ്റീവായിരുന്നു. ആ ഡോറ് ഡാർക്ക്നെസ്സിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റൂം മൊത്തം ഡാർക്ക്നെസ്സാണ്. ഒരേ ഒരു ലൈറ്റ് എന്ന് പറയുന്ന ആ ലാമ്പിൻ്റെ മാത്രമാണ്. അദ്ദേഹം ഒരു സ്റ്റോൺ ഇമേജ് കണക്ക് ഫ്ലഷ് കൊണ്ടുള്ള അല്ലെങ്കിൽ സ്കിൻ അല്ലെങ്കിൽ മാംസം കൊണ്ടുള്ളൊരു സ്റ്റോൺ ഇമേജ് കണക്ക് അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുകയാണ്. I felt then the great presence of the creator of this world and this universe. God was there. Suppose I said something and he did not like it. I tried in my imagination to write in bright letters outside my little heart the words, "Oh God." There was some pain in my left arm. It was as if a thick leaden rod, not a rod made of molten fire, was slowly but powerfully crushing my arm. The arm was beginning to be drained of all strength. What could I do? അപ്പോൾ അദ്ദേഹത്തിന് ഈ ദൈവത്തിൻ്റെ പ്രസൻസ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്താണ്, ദൈവം അതിനുള്ള ശിക്ഷയായിരിക്കും കൊടുത്തത് എന്നും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി.
ഇദ്ദേഹത്തിൻ്റെ ഈ കയ്യിലേക്ക് അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് ആമിൽ ഈ സ്നേക്ക് കോയിൽ ചെയ്ത് വെച്ചേക്കില്ലേ, അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര പെയിൻ അനുഭവപ്പെടാൻ തുടങ്ങി. ഒരു ലെഡൻ റോഡ് അല്ല, ഒരു മോൾട്ടൺ ഫയർ കൊണ്ടുള്ള മോൾട്ടൺ ഫയർ റോഡ് ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് അതിൻ്റെ ക്രഷ് ചെയ്യുന്ന ഒരു ഫീലാണ് അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് എല്ലാം ഡ്രെയിൻ ഔട്ട്, അല്ലെങ്കിൽ ചോർന്ന് പോകാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കൈയുടെ സ്ട്രെങ്ത് എല്ലാം ചോർന്ന് പോകാൻ തുടങ്ങി. At my slightest moment, the snake would strike me. Death lurked 4 inches away. Suppose it strike, what was the medicine I had to take? There were no medicines in the room. I was but a poor, foolish and stupid doctor. I forgot my danger and smiled feebly at myself. അപ്പോൾ ഒരു സ്ലൈറ്റായിട്ട് ഇദ്ദേഹം മൂവ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ചെറിയ മൂവ്മെൻറ്റ് മതി ഈ പാമ്പ് ഇദ്ദേഹത്തിനെ കടിക്കും. പാമ്പ് കടിച്ചാൽ എന്ത് മെഡിസിൻ എടുക്കണമെന്നൊരു ഇദ്ദേഹത്തിന് അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ ഒന്നും മെഡിസിൻ ഒന്നും ഇല്ല. കാരണം അദ്ദേഹം ഒരു പുവർ, ഫൂളിഷ്, ഒരു സ്റ്റുപ്പിഡ് ഡോക്ടറാണെന്നാണ് അദ്ദേഹം സ്വയം പറയുന്നത്. അദ്ദേഹം ഡേഞ്ചർ എല്ലാം മറന്ന് അദ്ദേഹത്തിനെ തന്നെ കളിയാക്കി ചിരിക്കാൻ ആരംഭിച്ചു. ഇറ്റ് സീംഡ് ആസ് ഇഫ് God appreciated that. The snake turned its head. It looked into the mirror and saw its reflection. I do not claim that it was the first snake that had ever looked into a mirror, but it was certain that the snake was looking into the mirror. Was it admiring its own beauty? Was it trying to make an important decisions about growing a mustache or using eyeshadow and mascara or wearing a vermilion spot on its forehead? ഈ സമയത്ത് ദൈവം അദ്ദേഹത്തിൻ്റെ വിളി കേട്ടത് കണക്ക് അതുപോലെ അദ്ദേഹത്തിന് തോന്നി ആ പാമ്പ് തൻ്റെ ലുക്ക് മിററിലേക്ക് തിരിച്ചു. മിററിൽ നോക്കുന്ന ആദ്യത്തെ പാമ്പാണ് ഇതൊന്നും നമ്മുടെ ഡോക്ടർ അവകാശപ്പെടുന്നില്ല. ഈ സ്നേക്ക് ഡോക്ടർ ചിന്തിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം നേരത്തെ എടുത്ത ഡിസിഷൻസ് കണക്ക് ഇത് അതിൻ്റെ ബ്യൂട്ടി അഡ്മയർ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഈ മൊസ്റ്റാച്ച് വളർത്തുന്നതോ അല്ലെങ്കിൽ ഐഷാഡോ, മസ്കാര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഡിസിഷൻസ് എടുക്കുകയായിരിക്കും എന്നാണ് നമ്മുടെ ഡോക്ടർ വിചാരിച്ചത്. I didn't know anything for certain. What sex was this snake? Was it male or female? I will never know, for the snake unwound itself from my arm and slowly slithered into my lap. From there, it crept onto the table and moved towards the mirror. Perhaps it wanted to enjoy its reflection at closer quarters. അപ്പോൾ ഇദ്ദേഹത്തിന് ആ പാമ്പിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അതിന് മെയിലാണോ ഫീമെയിലാണോ അതൊന്നും അറിയത്തില്ല. ഭാഗ്യത്തിന് എന്ത് ചെയ്തു, ഈ സ്നേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും റൗണ്ട് ചെയ്യപ്പെട്ട് അതിൻ്റെ ലാപ്പിലിറങ്ങി അതിനുശേഷം ആ ടേബിളിലേക്ക് കയറുകയാണ്. അതായത് അദ്ദേഹം ആ സ്നേക്ക് ആ മിററിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഒരു ക്ലോസർ ലുക്ക് തൻ്റെ റിഫ്ലക്ഷനിൽ. I was no mere image cut in granite. I was suddenly a man of flesh and blood. Still holding my breath, I got up from the chair. I quietly went out through the door into the veranda. From there, I left the yard and ran for all I was worth. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ജീവൻ വെച്ചതുപോലെ അദ്ദേഹം പതുക്കെ ശബ്ദമുണ്ടാക്കാതെ കസേരയിൽ നിന്നൊക്കെ എഴുന്നേറ്റ് അദ്ദേഹം വെളിയിലിറങ്ങി ഓടാൻ ആരംഭിച്ചു. Each of us heaved a sigh of relief. Somebody asked, "Doctor, is your wife very fat?" എല്ലാവരും ആ കഥ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും ഒന്ന് ശ്വാസം വിട്ട് അതിനിടയ്ക്ക് ഒരാൾ കയറി ചോദിച്ചു, "ഡോക്ടർ, നിങ്ങളുടെ വൈഫ് വളരെ ഫാറ്റാണോ?" "No," the doctor said. God willed otherwise. My life companion is a thin, ready person with the gift of a sprinter. അപ്പം ഡോക്ടർ പറയണം, അല്ല, ദൈവം മറ്റൊരു കാര്യമാണ് വിധിച്ചത്. എൻ്റെ വൈഫ് ഒരു തിൻ ആയ ആളാണ്, ഒരു വണ്ണം കുറഞ്ഞ ആളാണ്, പിന്നെ നല്ല സ്പ്രിൻറ്ററുമാണ്, നല്ല വേഗത്തിൽ ഓടാൻ പറ്റുന്ന ആളാണ്. Someone else asked, "Doctor, when you ran, did the snake follow you?" അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വേറൊരാൾ ചോദിച്ചു, നിങ്ങൾ ഓടിയപ്പോൾ സ്നേക്ക് നിങ്ങളെ ഫോളോ ചെയ്തോ? The doctor replied, "I ran till I reached my friend's house. Immediately I smeared oil all over myself and took a bath. I changed into fresh clothes. The next morning at about 8:30 I took my friend and 1 or 2 others to my room to move my things from there. But we found we had little to carry. Some thief had removed most of the things. The room had been cleaned out, but not really. The thief had left behind one thing as a final insult." ഡോക്ടർ പറയുകയാണ്, ഞാൻ അതൊന്നും നോക്കിയില്ല, ഞാൻ ഓടി അവസാനം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് അദ്ദേഹം സകലം ഒരു എണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിച്ച് പിറ്റേന്ന് രാവിലെ എൻ്റെ ഫ്രണ്ടിനെ 2-3 പേരെയും കൂട്ടി സാധനം മാറ്റാനായി എൻ്റെ റൂമിലേക്ക് വന്നു. ആ സമയത്ത് കള്ളം കയറി എല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആകെ എൻ്റെ ഇൻസൾട്ടിന് വേണ്ടി ഒരു സാധനം മാത്രം അവിടെ ഉപേക്ഷിച്ചു. "What was that, doctor? What was that?" I asked. The doctor said, "My vest, the dirty one. The fellow had such a sense of cleanliness. The rascal
could have taken it and used it after washing it with soap and water. Did you see the snake the next day, doctor? The doctor laughed. I have never seen it since. It was snake which has taken with its own beauty. അപ്പോൾ പറയുകയാണ് അത് എൻ്റെ എൻ്റെ വൈറ്റ് അല്ലാത്ത ആ വെസ്റ്റായിരുന്നു. അയാൾക്ക് അത് സോപ്പും വെള്ളം ഉപയോഗിച്ച് ഒരു തവണ കഴുകിയിട്ട് അത് യൂസ് ചെയ്യാമായിരുന്നു, പക്ഷേ അയാൾ എടുത്തില്ല. പിന്നെ വേറൊരാൾ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ആ സ്നേക്കിനെ നെക്സ്റ്റ് ഡേ കണ്ടോ? ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ പിന്നെ ഒരിക്കലും ആ പാമ്പിനെ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി.